നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 39 സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ മുതൽ അവസാന നിമിഷം ചിത്രത്തിലേക്ക് വന്ന പാലക്കാട് MLA ഷാഫി പറമ്പിൽ വരെ പട്ടികയിലുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം ശശി തരൂർ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, ആലപ്പുഴ KC വേണുഗോപാൽ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, പത്തനംതിട്ട ആന്റോ ആന്റണി, എറണാകുളം ഹൈബി ഈഡൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, പാലക്കാട് VK ശ്രീകണ്ഠൻ, തൃശൂർ K മുരളീധരൻ, കോഴിക്കോട് MK രാഘവൻ, വയനാട് രാഹുൽ ഗാന്ധി, വടകര ഷാഫി പറമ്പിൽ, കണ്ണൂർ K സുധാകരൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മുരളീധരൻ പോയതോടെ ഒഴിവു വന്ന വടകരയിൽ KK ശൈലജയെ നേരിടാൻ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ചിന്തയിലാണ് യുവനേതാക്കളിൽ പ്രധാനിയായ ഷാഫി പറമ്പിലെത്തുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ വൻ സർപ്രൈസ് ഉണ്ടാകുമെന്ന് വ്യാഴാഴ്ച ചേർന്ന കോൺഗ്രസിന്റെ സെൻട്രൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി നേതാക്കൾ പറഞ്ഞിരുന്നു. എല്ലാ വശങ്ങളും AICC നേതൃത്വം പരിശോധിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ മുതൽ നേതാക്കൾ എന്നോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സന്ദർഭമാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കണം. എതിരാളികളെ അടിക്കാൻ കിട്ടുന്ന അവസരത്തിൽ നല്ല വടികൊണ്ട് തന്നെ അടിക്കണം. അടിക്കുമ്പോൾ മോതിരക്കൈ കൊണ്ട് അടിക്കണം. BJPയോടും RSS സംഘപരിവാർ ശക്തികളോടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. സംഘബലം മാത്രം പോരാ, ബുദ്ധിപരമായ നീക്കം കൂടി വേണം. ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ അത്തരമൊരു നീക്കം കാണാമെന്ന് നേരത്തെ TN പ്രതാപൻ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസ് നേതാവും കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി മാറ്റം എന്നതും ശ്രദ്ധേയമാണ്. K കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് K മുരളീധരനിലൂടെ മറുപടി നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം. എന്തായാലും പ്രതാപൻ ഒരുക്കങ്ങൾ തുടങ്ങിവെച്ച മണ്ഡലത്തിലേക്കാണ് K മുരളീധരനും എത്തുന്നത്. ഇത്തവണ തൃശൂരിൽ പ്രതാപന് മത്സരം കടുക്കുമെന്ന് ഉറപ്പായിരുന്നു. VS സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയാകുകയും സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയാകുകയും ചെയ്തതോടെ പ്രതാപനെതിരെയായിരുന്നു കാര്യങ്ങൾ. ഇതിനിടെയാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയതും. ഇത് രാഷ്ട്രീയമായി പ്രതാപന് തിരിച്ചടിയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാര്യമായി പദവികളില്ലാതെ തുടരേണ്ടി വരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ തൃശൂരിൽ ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടതിനെയും അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. ചുവരെഴുതിയതും പോസ്റ്റർ ഒട്ടിച്ചതും സ്വാഭാവികമാണ്. സിറ്റിംഗ് സീറ്റുകളിൽ മുമ്പുണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശമാണ് KPCC മുന്നോട്ട് വെച്ചത്. അതിനാലാണ് താനാണ് സ്ഥാനാർത്ഥി എന്ന തരത്തിൽ DCC പ്രസിഡന്റ് പ്രതികരിക്കാൻ കാരണമെന്ന് പ്രതാപൻ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ നിലയിൽ തൃശൂർ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ പോരാട്ടത്തിനുള്ള സാധ്യതയാണുള്ളത്. നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതിൽ പങ്കുള്ള K മുരളീധരനാണ് മത്സരിക്കുന്നത്. സുരേഷ് ഗോപി വിജയിപ്പിക്കാൻ വേണ്ടിയാണ് പത്മജ വേണുഗോപാലിനും BJP മറുകണ്ഠം ചാടിച്ചത്. ഇതിനെ തൃശൂരിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസും തിരിച്ചടിച്ചു. ഇതോടെ പ്രവചനാതീതമായ നിലയിലാണ് മണ്ഡലത്തിലെ മത്സരചിത്രം. ഇക്കുറി തീപാറുന്ന മത്സരം തന്നെയാകും മണ്ഡലത്തിൽ ഉണ്ടാകുക എന്നതും ഉറപ്പാണ്.